തലൈവർ പടം പറയേണ്ട ആവശ്യമില്ല. സൗബിനിക്ക് ഏറ്റവും വലിയ ദൈവം തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാ സൗബിനിക്ക് ഇങ്ങനെ ഒരു റോൾ കിട്ടിയത്. മോണിക്ക സോങ് അടിപൊളി സോങ്, അടിപൊളി ഫൈറ്റ്. പിന്നെ ഏതോ ഒരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. ഇന്റർവ്യൂക്ക് മുമ്പ് ഒരു വില്ലനക്ക് ഞാൻ കണ്ടിട്ടില്ല. ആ ട്വിസ്റ്റ് പറയാൻ പാടില്ല, പറഞ്ഞാൽ അതിന്റെ രസം ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലനക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. സൗബിൻ ഇസ് ബ്ലെസ്ഡ് ആക്ച്വലി. അടിപൊളിയാ, പറയേണ്ട ആവശ്യമില്ല. നമ്പർ 1. ഇപ്പോ നമുക്ക് എത്രയോ മേഖലയുണ്ട്, എത്രയോ ഫീൽഡുണ്ട്. എല്ലാവർക്കും നമ്പർ 1 പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. അത്ലീറ്റ് ആയാലും ശരി, ഏത് ഫീൽഡായാലും ശരി, ഒരു കാലഘട്ടം. പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല. 50 years നമ്പർ 1. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ബഹുമാനം തോന്നും. രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറെ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര മലയാളം ആർട്ടിസ്റ്റ്. അടിപൊളി. അനിരുദ്ധ് പറയേണ്ട ആവശ്യമില്ല. അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധ്. ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത്. ഐ എം ദി ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് രജനികാന്ത് സർ.